ബുള്ളറ്റ് ലേഡി എന്നറിയപ്പെടുന്ന നിഖിലയെ കാപ്പ കേസിനകത്ത് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് ജയിലിൽ അടച്ചു. ബുള്ളറ്റ് ലേഡി എന്ന് അറിയപ്പെടുന്ന നിഖിലയാണ് ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലേക്ക് നിരന്തരം വില കൂടിയ NDPS ആക്ടിൻ്റെ പരിധി വരുന്ന മെറ്റാഫിറ്റാമിൻ എന്ന രാസപദാർത്ഥം കൊണ്ടുവരുന്നത്. വളരെ കോസ്റ്റ്ലിയാണത്. അത് ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലെത്തിക്കുന്നത് ബുള്ളറ്റ് ലേഡി എന്നറിയപ്പെടുന്ന പയ്യന്നൂർ കണ്ടങ്കാളി മുല്ലക്കോട് സ്വദേശിനി നിഖില C. 30 വയസ്സുണ്ട് അവർക്ക്. അവരുടെ സഞ്ചാരം മുഴുവൻ ബുള്ളറ്റ് മോട്ടോർ സൈക്കിളാണ്. റോയൽ എൻഫീൽഡ് ബുള്ളറ്റിലാണ് അവർ സഞ്ചരിക്കുന്നത്. കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെ അവർ സഞ്ചരിക്കുന്നത് ഈ ബുള്ളറ്റിലാണ്. അതുകൊണ്ടാണ് ബുള്ളറ്റ് ലേഡി എന്നറിയപ്പെടുന്നത്. ഇവിടുത്തെ കേരളത്തിലെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് പോലീസിനും എല്ലാവർക്കും നിഖിലയെ അറിയാം. കാരണം ബുള്ളറ്റ് സഞ്ചരിക്കും. അവർ കോസ്റ്റ്ലി ആയിട്ടുള്ള MDMA അതുപോലെ തന്നെ മെറ്റാഫിറ്റാമിൻ ഇവയൊക്കെ കടത്തും. അവരെ ചേസ് ചെയ്താൽ കിട്ടത്തില്ല. അതിവേഗത്തിൽ അവർ ബുള്ളറ്റ് ഓടിച്ച് രക്ഷപ്പെട്ടു പോകും. നല്ല കൺട്രോളും വളരെ വർഷത്തെ പ്രാക്ടീസും കൊണ്ട് വളരെ അനായാസമായി ബുള്ളറ്റ് ഓടിക്കുന്ന ഒരു ലേഡിയാണ്. അവരാണ് യഥാർത്ഥത്തിൽ കോസ്റ്റ്ലി ആയിട്ടുള്ള MDMA ഉൾപ്പെടെയുള്ള മെറ്റാഫിറ്റാമിൻ കേരളത്തിലേക്ക് വലിയ തോതിൽ കൊണ്ടുവരുന്നത്. അവർക്ക് വലിയ സൗഹൃദ വലയം തന്നെയുണ്ട് കേരളത്തിലും കർണാടകയിലും തമിഴ്നാട്ടിലും. കാരണം ബുള്ളറ്റ് സഞ്ചരിക്കുന്ന ലേഡിയാണ്. അവർക്ക് 30 വയസ്സേ ഉള്ളൂ. അതുകൊണ്ട് ചെറുപ്പക്കാരും ഡ്രഗ്സുകാരും ഒക്കെ ശ്രദ്ധിക്കും. അവരുമായിട്ട് കമ്പനി കൂടാനും കൂട്ടുകൂടാനും എല്ലാവർക്കും വലിയ താല്പര്യമാണ്, ഇഷ്ടമാണ്. നിഖിലയെ ഇപ്പോൾ കാപ്പ കേസിലേക്ക് അങ്ങ് അറസ്റ്റ് ചെയ്തു. തളിപ്പറമ്പ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ സതീഷ് ആണ് ഇത് ചെയ്തത്. അദ്ദേഹത്തിനെ അഭിനന്ദിക്കുന്നു. കാരണം കേരളത്തിലെ വളരെയധികം ചെറുപ്പക്കാരെയും കുട്ടികളെയും പെൺകുട്ടികളെയും ആൺകുട്ടികളെയൊക്കെ അവരെ ലഹരിക്ക് അടിമയാക്കാൻ മെയിൻ കാരണം നിഖിലയെ പോലെയുള്ള കുറേ ആൾക്കാരാണ്. അതുകൊണ്ട് കർശനമായ നടപടി അവർക്കെതിരായിട്ട് വേണ്ടി വരും. അതെന്തായാലും തൽക്കാലം 6 മാസത്തിന് അവർ വെളിയിറങ്ങി നടക്കില്ല. കാപ്പ കേസിൽ പിറ്റ് NDPS ഇല്ലിസിറ്റ് ഡ്രഗ്സ് തടയുന്നതിന് വേണ്ടിയിട്ട് NDPS ആക്ടിനകത്ത് പരിധിയിൽ വരുന്ന കാപ്പ കേസ് പോലെയുള്ള ഗുണ്ടകളെ അടയ്ക്കുന്ന രീതിയിൽ അവരെ അറസ്റ്റ് ഉൾപ്പെടുത്തി. അതിൽ ഈ സംഭവത്തിന് ഇവരെ കണ്ടെത്താനായിട്ട് വളരെയധികം എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ്, ബാംഗ്ലൂർ പോലീസും കേരള പോലീസും ഒക്കെ ശ്രമിച്ചു. അതിൻ്റെ ഫലമായിട്ടാണ് ഇവരെ ഇപ്പം ഒളിവിൽ കഴിഞ്ഞ സ്ഥലത്ത് നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത്. 2023 ഇവർ ബുള്ളറ്റിൽ 2 കിലോ കഞ്ചാവുമായിട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവരെ. അതിനുശേഷം ഇവർ നിരന്തരം ഡ്രഗ്സ് കടത്തുന്ന വ്യക്തിയാണെന്ന് എല്ലാവർക്കും അറിയപ്പെട്ടു. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും എക്സൈസും അതുപോലെ മറ്റ് NDPS ഏജൻസികളും എല്ലാം NDPS നർക്കോട്ടിക്സിൻ്റെ എക്സ്പെർട്ടായ ആൾക്കാർക്കെല്ലാം ഇവരെ കണ്ടെത്താനും ഇവരെ അറസ്റ്റ് ചെയ്യാനും ഇവരെ നിയമ നടപടിക്ക് വിധേയമാക്കാനും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരുന്നു. എങ്കിലും ഇവരെ ബുള്ളറ്റിൽ അതിവേഗം രക്ഷപ്പെട്ടു പോവുകയും അതോടൊപ്പം തന്നെ ഈ 3-4 സ്റ്റേറ്റുകളിലെ എല്ലാ റൂട്ടുകളും ഇവർക്ക് പരിചയമാണ്. 2025 ഫെബ്രുവരി മാസം നിഖിലയെ 4 ഗ്രാം മെറ്റാഫെറ്റാമിൻ ആയി വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. അവരെ പയ്യന്നൂർ വീട്ടിൽ നിന്ന് 2025 ഫെബ്രുവരി അറസ്റ്റ് ചെയ്ത ശേഷം അവർ ജാമ്യത്തിൽ പോയി. പിന്നീട് ഇവരെ കണ്ടെത്തിയിട്ടില്ല. 2025 ഇവരെ ജാമ്യത്തിൽ ഇറക്കിയെങ്കിലും അല്ലെങ്കിൽ ചിലർ ഇവരെ ജാമ്യത്തിൽ സഹായിച്ചെങ്കിലും 2022 ഫെബ്രുവരി മാസം ആണ് ഇവർ തുടക്കത്തിൽ ഇവരെ നിന്ന് നല്ലൊരു ശതമാനം 4-5 ഗ്രാമോളം മെറ്റാഫെറ്റാമിനുമായിട്ട് ഇവരെ അറസ്റ്റ് ചെയ്യുന്നത്. ഫെബ്രുവരി 22, 2023 അതിനു മുമ്പ് ഇവരെ 2021 ഡിസംബറിൽ 1.6 കിലോഗ്രാം കഞ്ചാവുമായിട്ട് ഇവരെ കിട്ടിയിട്ടുണ്ട്. ഓരോ കേസുകളും ഇവർ ജാമ്യത്തിൽ ഇറങ്ങിയാലും വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തുടർച്ചയായി 2 കേസിനകത്ത് MDMAയും അതുപോലെയുള്ള ഡ്രഗ്സുമായിട്ട് പിടിച്ചാൽ തീർച്ചയായിട്ടും അത് തന്നെ ഒരു വയലേഷനാണ്. അതുകൊണ്ട് അതിശക്തമായ നടപടി എടുത്തേ കഴിയുള്ളൂ. ഇവരെ സ്വതന്ത്രമായിട്ട് കേരളത്തിൽ തമിഴ്നാട്ടിലും കർണാടകയിലും അഴിച്ചുവിട്ട് കഴിഞ്ഞാൽ ഇവർ തീർച്ചയായിട്ടും
പൊതുജനങ്ങളെയും കുട്ടികളെയും ഒക്കെ നശിപ്പിക്കുന്ന ഒരു സ്ത്രീയായിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഹോം സെക്രട്ടറിയുടെ അടുത്ത് ഡെപ്യൂട്ടി കമ്മീഷണർ കണ്ണൂർ എക്സൈസിലെ അദ്ദേഹവും സംഘവും ഇവർക്കെതിരായിട്ട് കാപ്പ ചുമത്തണം എന്ന് കരുതി ഇതൊക്കെതിരായിട്ട് നടപടി അടിയന്തരമായിട്ട് വേണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് കാപ്പ കേസിൽ ഇവരെ പ്രതിയാക്കാൻ തീരുമാനമെടുത്തിരിക്കുന്നത്. ഹോം സെക്രട്ടറി ഉൾപ്പെടെയുള്ള എടുത്ത തീരുമാനമാണ്. നല്ല തീരുമാനമാണ്. ഗവൺമെൻറ്റിന് അതിന് അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. ഇതുപോലെയുള്ള 7-8 എണ്ണത്തിനെ നമുക്ക് അകത്താക്കിയാൽ നമ്മുടെ കുറച്ച് കുട്ടികളെങ്കിലും നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിയും. അതുകൊണ്ട് അതിശക്തമായ നടപടി ഹോം സെക്രട്ടറി എടുത്തു. അതിൻ്റെ പേരിൽ കാപ്പ പിറ്റ് NDPS ആക്ട് അനുസരിച്ച് അവരെ കഴിഞ്ഞ ദിവസം ബാംഗ്ലൂർ മടിവാള പോലീസിൻ്റെയും സെൻട്രൽ ക്രൈം നർക്കോട്ടിക്സിൻ്റെയും അത് തീവ്രവാദ വിരുദ്ധ സ്ക്വാഡിൻ്റെ ഒക്കെ സഹായത്തോടെ അവരെ ലൊക്കേഷൻ കണ്ടെത്തി ബാംഗ്ലൂർ വൃന്ദാവൻ ഗാർഡൻസിലായിരുന്നു ഇവർ താമസിച്ചുകൊണ്ടിരുന്നത്. അവിടുന്ന് കഴിഞ്ഞ ദിവസം ഇവരെ അറസ്റ്റ് ചെയ്തു. അവരെ അറസ്റ്റ് ചെയ്തിട്ട് അവരെ കാപ്പ കേസിൻ്റെ നടപടിയിലേക്ക് തുടങ്ങി. അവരെ തിരുവനന്തപുരത്ത് കൊണ്ടുവന്നു. ഇവിടെ വനിതാ സെൻട്രൽ ജയിലിൽ ഇവരെ അടക്കുകയും ചെയ്തു. വളരെ നല്ല കാര്യം ആണ്. കാരണം നിരന്തരമായിട്ട് NDPS കേസിൽ പ്രതിയാകുകയും അത് കടത്തുകയും ഒരിക്കൽ ജാമ്യത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും അവർ അതേ ജോലി തുടരുകയും ചെയ്തു. സമൂഹത്തിനെ നശിപ്പിക്കുന്നതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാളാണ് ഇത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇവരെ പോലെയുള്ളവരെ അടിയന്തരമായിട്ട് നടപടിയെടുക്കുകയും കാപ്പ ചുമത്തുകയും ചെയ്യണം. അതുപോലെ ഇവർക്ക് ആരാണ് ഫൈനാൻസ് ചെയ്യുന്നത് അതും കണ്ടെത്തണം. അത് 27A അനുസരിച്ച് NDPS ആക്ട് അനുസരിച്ച് ആ ഫൈനാൻസ് ചെയ്തവരെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അവർക്കും തീർച്ചയായിട്ടും 10 വർഷം മുതൽ 20 വർഷം വരെ ശിക്ഷ ഉറപ്പാണ്. ഇവരെ എന്തായാലും അടുത്ത ഈ കാപ്പ കേസിന് ശേഷം അതിൽ നിന്ന് ഇവരെ വെളിയിലിറങ്ങിക്കഴിഞ്ഞാൽ ഇവർ NDPS കേസിനകത്ത് ജാമ്യത്തിൽ ഇനി പോകാൻ പാടില്ല. കാരണം അത് കോടതിയെ അറിയിക്കണം. ഇവർ സമൂഹത്തിൻ്റെ പൊതുശത്രുവാണ്, സമൂഹത്തിലെ കുട്ടികളെ നശിപ്പിക്കുന്നവരാണ്. ആ രീതിയിൽ അവർക്കെതിരായിട്ട് നീങ്ങണം. കോടതിയിൽ അവരുടെ NDPS ആക്ട് കേസിൻ്റെ ട്രയൽ എത്രയും പെട്ടെന്ന് നടത്തി അവരൊരു 20 വർഷത്തേന് അവരെ തീർച്ചയായിട്ടും അകത്തിട്ടേ പറ്റുള്ളൂ. അതിലേക്ക് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് ഒന്നടങ്കം സജീവമായ ശ്രദ്ധ ഉണ്ടാകണം. ഇവരെ പോലെ തന്നെ വേറെ 4-5 കോട്ടയംകാരി ചിങ്ങവനംകാരി ഒരു പെൺകുട്ടിയുണ്ട്. അവർ പേര് റോസി എന്നതിൻ്റെ ഒരു ഓർമ്മ. അവർ ഇതുപോലെ ഡ്രഗ്സ് കടത്തുന്നവരാണ്. അവരുടെ അവസ്ഥ ഇപ്പോൾ എന്താണെന്ന് എനിക്കറിയില്ല. അവരെയും ഇവരോടൊപ്പം കാപ്പ ചുമത്തി അകത്താക്കിയിട്ട് അവരുടെ കേസുകൾ ട്രയൽ കോടതിയെ അറിയിച്ചിട്ട് എത്രയും പെട്ടെന്ന് ട്രയൽ തുടങ്ങി ഒരു സമ്മറി ട്രയൽ പോലെ നടത്തി അത് രണ്ടുപേരെയും എത്രയും പെട്ടെന്ന് ശിക്ഷിച്ച് അകത്താക്കേണ്ട ചുമതല എക്സൈസിനും കേരള പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനുണ്ട്. ഗവൺമെൻറ് ഇത് ശ്രദ്ധിക്കണം. ഇവരെ രണ്ടുപേരെയും പെർമനൻ്റായിട്ട് ഒരു 10-20 വർഷം അകത്തിട്ട് കഴിഞ്ഞാൽ, കാരണം അവർ നന്നാകില്ല, അവരെ ജാമ്യത്തിറങ്ങിയാൽ വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ട് NDPS ആക്ടിൻ്റെ ആ ശിക്ഷ ഇവർക്ക് വാങ്ങിച്ച് കൊടുത്തേ വെക്കുള്ളൂ. ട്രയൽ കോടതിയുടെ അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ അനുവാദത്തോടെ ഒരാഴ്ചക്കകം 1 മാസം കൊണ്ട് തീർക്കത്തക്ക രീതിയിലുള്ള നടപടിയിലേക്കും പോയി അല്ലെങ്കിൽ കോടതിയിൽ റിപ്പോർട്ട് കൊടുത്താൽ മതിയാവും. തീർച്ചയായിട്ടും അവരെ ജാമ്യത്തിൽ പോകാതെ ആ കോടതിയുടെ പരിധി കണ്ട് ഡ്രഗ്സ് എന്തായാലും അതിനകത്ത് കോടതിയിലെ ആ ഡ്രഗ്സിന് ഇവരുടെ പൊസഷൻ എന്ന് മാത്രം തെളിഞ്ഞാൽ മതി, മറ്റ് സാക്ഷികളൊന്നും ആവശ്യമില്ല. അത് കൃത്യമായിട്ട് തെളിയിച്ചിട്ടുണ്ടെങ്കിൽ 20 വർഷം വരെ അകത്ത് പോകും. ഇങ്ങനെയുള്ള സാമൂഹിക ദ്രോഹികളെ കൃത്യമായി ശിക്ഷിപ്പിച്ച് അകത്ത് വിടാനാണ് പോലീസും എക്സൈസും ശ്രമിക്കേണ്ടത്. എന്തായാലും എക്സൈസ് ഇൻസ്പെക്ടർ തളിപ്പറമ്പിലെ സന്തോഷിന് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ അന്വേഷണ ടീമിനെയൊക്കെ അഭിനന്ദിക്കുന്നു. കാരണം അവരുടെ ശ്രമഫലമായിട്ടാണ് ഈ കാപ്പ കേസിലേക്ക് പിറ്റ് NDPSലേക്ക് ഇവരെ നമുക്ക് ഒതുക്കാൻ കഴിഞ്ഞത്. അവർ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ, വനിതകളുടെ സെൻട്രൽ ജയിലിൽ എത്തിക്കഴിഞ്ഞു. 6 മാസം കഴിഞ്ഞ് ഇനി പുറത്തിറങ്ങാൻ കഴിയുള്ളൂ. അവർ ചാല പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലാണ് ആ സെൻട്രൽ ജയിലുള്ളത്. അവിടെ സ്ത്രീകൾക്ക് നേരത്തെ അത് എല്ലാ ജയിലും അവിടെ വന്നു പോയിക്കൊണ്ട് ഇപ്പം സ്ത്രീകളെ മാത്രം ഇടുന്ന ഒരു സെൻട്രൽ ജയിലായിട്ട് അവിടെ മാറ്റിക്കഴിഞ്ഞിട്ടുണ്ട്. അവിടെ തന്നെയാണ് കാപ്പ കേസിലേക്ക് ഇവരെ അറസ്റ്റ് ചെയ്ത് അവരെ ഡീറ്റെയിൻ ചെയ്തിരിക്കുന്നത്. വളരെ നല്ല കാര്യം. എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിനെ തീർച്ചയായിട്ടും അഭിനന്ദിക്കുന്നു ഞാൻ ഈ സന്ദർഭത്തിൽ.